നമസ്കാരം, എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ഒരിക്കൽ സതീദേവി മഹാദേവനോട് ഒരു ചോദ്യം ചോദിച്ചു. ആവർത്തിച്ചുള്ള ജനന മരണങ്ങളുടെ വലയിൽ കുടുങ്ങിയ ആളുകളെ എങ്ങനെ രക്ഷിക്കണം? ഭഗവാൻ മറുപടി പറഞ്ഞു, സംസാരമെന്നാൽ ജനനം, മരണം, പുനർജന്മം എന്നിവയടങ്ങുന്ന ഒരു ചക്രമാണ്. ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ ഒരാളെ പ്രാപ്തമാക്കുന്നത് ഒരാളുടെ യഥാർത്ഥ ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ്. യഥാർത്ഥ അറിവാണ് ജ്ഞാനിയെ എല്ലാറ്റിനെയും ദൈവത്തിലും മുകളിൽ കാണാൻ പ്രേരിപ്പിക്കുന്നത്. തൻ്റെ ആത്മാവ് സാർവത്രിക ആത്മാവിൽ നിന്ന് വേറിട്ടതാണെന്ന് ഒരാൾ കരുതുന്നുവെങ്കിൽ അയാൾ അറിവില്ലായ്മയുടെയും അജ്ഞതയുടെയും ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതാണ്. ദ്വന്ദ്വമല്ലാത്ത ആത്മബോധത്തിലൂടെ സർവജ്ഞനെ അറിയുന്നതിലൂടെ ഒരാൾക്ക് മറ്റൊന്നും തന്നെ പഠിക്കാനില്ല. കാരണം അറിവ് അറിയുന്നവൻ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആത്മീയാർത്ഥത്തിൽ വ്യക്തിഗതമായ അനുഭവത്തിലൂടെ അയാൾ സ്വയം നേടിയെടുക്കുന്ന അതീന്ദ്രിയമായ ഒരു സത്ത് തന്നെയാണ്. നാമത്തിൻ്റെയും രൂപത്തിൻ്റെയും വ്യത്യാസങ്ങൾ പ്രകടനത്തിൻ്റെ ഭൗതിക തലത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആത്മജ്ഞാനം നേടുമ്പോൾ ഈ ഭക്തിക്ക് 9 രൂപങ്ങളുണ്ട്. അത് ഇങ്ങനെയാകുന്നു: ദൈവത്തെക്കുറിച്ച് കേൾക്കൽ, ദൈവത്തെക്കുറിച്ച് ഓർക്കൽ, ദൈവത്തിൻ്റെ നാമം ജപിക്കൽ, സേവിക്കൽ, ആ ദൈവത്തെ അനുസരിക്കൽ, ദൈവത്തെ ആരാധിക്കൽ, ദൈവത്തിനെ വണങ്ങുക, ദൈവത്തിനോടുള്ള സൗഹൃദം, ദൈവത്തിനോട് ഉള്ള സ്വയം സമർപ്പണം. ഇങ്ങനെ ആത്മസമർപ്പണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭക്തൻ ഉള്ളിലെ ദൈവത്തിൻ്റെ ദ്വന്ദ്വമല്ലാത്ത ബോധത്തിന് സ്വയം യോഗ്യനാകുന്നു. ഇങ്ങനെയുള്ള ഒരാൾക്ക് പുറത്തുള്ള ഒന്നിനോടും തന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സ്വന്തം ആന്തരിക സത്വമായി ദൈവവുമായി നിരന്തരം സംസർഗത്തിലായിരിക്കണം. അവൻ്റെ ബാഹ്യശക്തിയും സൽപ്രവൃത്തികളും അവൻ്റെ ചുറ്റുമുള്ള സാധാരണക്കാരുടെ മാർഗനിർദ്ദേശത്തിനായി മാത്രമാണ്. തൻ്റെ യഥാർത്ഥ സത്വം തിരിച്ചറിഞ്ഞ മനുഷ്യൻ വ്യാജപ്രപഞ്ചത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് യാന്ത്രികമായി തന്നെ മോചിതനാകുന്നു. അതിനാൽ അന്വേഷകൻ ഈ സ്വയം തിരിച്ചറിയൽ അവസ്ഥ കൈവരിക്കുന്നതുവരെ അവൻ എപ്പോഴും എന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് ശിവഭഗവാൻ സതീദേവിയോട് പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ യഥാർത്ഥ ഭക്തൻ്റെ പിന്നിലാണ്. ആത്മാർത്ഥമായും എന്നിൽ സജീവമായും അർപ്പണബോധമുള്ളവനായിരിക്കുന്നതിലൂടെ ഒരാൾക്ക് താമസിയാതെ തന്നെ മോക്ഷം നേടാൻ കഴിയും. തൻ്റെ ഭഗവാനിൽ നിന്ന് സത്യസന്ധമായ ഭക്തിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ സതീദേവിക്ക് അതിയായ സന്തോഷമുണ്ടായി. മഹാദേവൻ സതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തത് എത്രയധികം മഹത്തരമായ കാര്യമാണ്. സ്വയം സമർപ്പിതമായ ഭക്തി മോക്ഷത്തിലെത്തിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് രാവണൻ്റെ കഥയും. രാവണൻ്റെ അവസാന നാളുകളിൽ മഹാദേവൻ ചെന്ന് രാവണനോട് പറയുന്നുണ്ട്, നീ മോക്ഷത്തിനായി തയ്യാറാകൂ. അങ്ങനെയാണ് രാവണൻ യുദ്ധത്തിനായി ശ്രീരാമൻ്റെ മുന്നിൽ യുദ്ധക്കളത്തിലേക്ക് എത്തുന്നത്. ഇതുപോലെ തന്നെയാണ് കാളകൂട വിഷം സേവിച്ച കഥയും. ദേവന്മാരെയും ഭൂമിയിലെ തൻ്റെ ഭക്തന്മാരെയും രക്ഷിക്കുവാനായി ഹലാഹല സേവിച്ചു. ഹലാഹല എന്നാൽ കാളകൂട വിഷത്തിൻ്റെ സംസ്കൃത നാമമാണ്. ആ വിഷാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ മഹാദേവൻ അത് സേവിക്കുകയാണ് ചെയ്തത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, നിലനിൽപ്പ്, വിനാശം എന്നിവയിലെ അനന്തമായ ചക്രത്തിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ വേണ്ടിയുള്ള വഴികാട്ടി ശിവഭക്തി മാത്രമാണ് എന്ന് ശിവപുരാണം പറയുന്നു.